കാണുന്നതാണ് ബെർലിനർ ഡോം എന്ന് പറയുന്ന ബിൽഡിംഗ്. ഇതാണ് ബെർലിൻ TV ടവർ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ പിക്ചർ ഒരു കോൺട്രവേഴ്ഷ്യൽ പിക്ചറാണ് ഗൈസ്. പണ്ട് ബെർലിൻ എന്ന് പറയുന്നത് രണ്ട് സൈഡാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ബെർലിൻ സിറ്റി മൊത്തം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു 24 hour ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മാക്സിമം പോകുന്നത് എന്തായാലും പോകാം ഗൈസ്. സമയം രാവിലെ ഇവിടെ ഇപ്പം 8 മണിയായി ഗൈസ്. നല്ല വെയിലുണ്ട് ഗൈസ്, വെയിൽ കണ്ണിൽ തന്നെ അടിക്കുന്നുണ്ട്. അപ്പം ഗൈസ് നമുക്ക് വീഡിയോ കണ്ടാലോ. നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ കയറി വേണം അലക്സാണ്ടർ പ്ലാറ്റ്സ് പോകാനായിട്ട്. ബാക്കി വിശേഷം നമുക്ക് അലക്സാണ്ടർ പ്ലാറ്റ്സ് എന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ അലക്സാണ്ടർ പ്ലാറ്റ്സ് എത്തി ഗൈസ്. ഇവിടെ എത്തിയപ്പോൾ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ വേൾഡ് ക്ലോക്ക് ടവറിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 1969 നിർമ്മിച്ച ഈ ക്ലോക്ക് ടവറിൽ ഏകദേശം 148ഓളം രാജ്യങ്ങളുടെ സമയം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബെർലിൻ്റെ മെയിൻ സ്ക്വയർ ഏരിയയായ അലക്സാണ്ടർ പ്ലാറ്റ്സിലാണ് ഈ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, ഇതാണ് ബെർലിൻ TV ടവർ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം ഗൈസ്. ഇതാണ് ബെർലിനിലെ ഐക്കോണിക് സ്ഥലമായ ബെർലിൻ TV ടവർ. നമ്മുടെ പാരീസിലെ ഈഫൽ ടവർ പോലെയാണ് ബെർലിനിൽ TV ടവർ എന്ന് പറയുന്നത്. ഒരു മെയിൻ സ്ഥലമാണ് ഗൈസ് ഇത്. നമുക്ക് ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റും, പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും കയറുന്നില്ല. ഏകദേശം 20 യൂറോ ഒരാൾക്ക് ടിക്കറ്റ് എടുത്താൽ മേളിൽ കയറാം. സ്റ്റുഡൻസിന് കൺസെഷൻ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് മേളിൽ കയറാനായിട്ട് വേറൊരു ദിവസം വരാം ഗൈസ്. തൽക്കാലം നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം ഗൈസ്. ഇവിടെ നമ്മൾ അടുത്ത പോകുന്നത് റോട്ടസ്റാത്തോസ് എന്ന് പറഞ്ഞാൽ കാണുന്ന സ്ഥലത്തേക്കാണ് ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ ഗൈസ്. നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് റോട്ടസ്റാത്തോസ് ആണ്. റോട്ടസ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ റെഡ് എന്നാണ് അർത്ഥം. നമ്മൾ ഈ കാണുന്ന പോലെ ബിൽഡിങ്ങിന് ഫുള്ളും ഏകദേശം ചുവപ്പ് കളറാണ് ഗൈസ്. ഈ ബിൽഡിങ്ങിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഏകദേശം പകുതിയോളം ഈ ബിൽഡിംഗ് നശിച്ചിട്ടുണ്ട് വേൾഡ് വാർ സെക്കൻഡിൽ. അതിനുശേഷം റീബിൽഡ് ചെയ്താണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ ആക്കിയിട്ടുള്ളത്. ഈ ബിൽഡിംഗ് ഇപ്പോൾ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ബെർലിൻ എന്നാണ്. അതായത് ബെർലിനിലെ മേയറും ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഗൈസ് ഇത്. അതുമാത്രമല്ല ബെർലിനിലെ വൺ ഓഫ് ദി ടൂറിസ്റ്റ് ഏരിയയും കൂടെയാണ്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്ഥലം എന്തായാലും പോവാം. ബെർലിനർ ഡോം എന്ന് പറയുന്ന ബിൽഡിംഗ് നമ്മുടെ അലക്സാണ്ടർ പ്ലാറ്റ്സിന് ഏകദേശം ഒരു 5 മിനിറ്റോളം നടന്ന് വരാനേ ഉള്ളൂ ഈ ബിൽഡിങ്ങിനടുത്ത്. ഇത് പണ്ട് 18th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു കത്തീഡ്രലാണ്. അതിപ്പോഴും ചെറിയ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കാണാൻ അടിപൊളിയാണ് ഗൈസ്. ഇപ്പം കാണുന്ന പോലെ ആൾക്കാരൊക്കെ ഈവനിങ്ങിന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്കൊരു മ്യൂസിയം കാണാൻ പറ്റും. ആൾട്ടസ് മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിലുള്ള ഒരു ബിൽഡിംഗാണ്. ഇത് രണ്ടും നിർമ്മിച്ചിരിക്കുന്നത് വില്യം സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു രാജാവാണ്. മാർക്കറ്റാണ്. കുറേ ആർട്ടിസ്റ്റുകൾ വരച്ച പടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കാണാൻ പറ്റും.
på 5 bilder. Men det är liksom det är fina kvalitetsting. Det här är det bara se på. ഈ കാണുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് ജർമ്മനിയിൽ തന്നെ ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയാണ് ഗൈസ്. ഫേമസ് ആവാൻ കാരണം തന്നെ ഇവിടെ പഠിച്ചവരെല്ലാം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് കുറച്ച് പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയുമായിരിക്കും. അതിലൊന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവിടെ നിന്നാണ് ഗൈസ് പഠിച്ചത്. ഗൈസ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. കാരണം ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കറക്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങാണ്. നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഹംബോൾട്ട് ഫോറം എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീനും കാൾ മാർക്സും ഒക്കെ പഠിച്ച സ്ഥലം. നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലായിട്ട് ഗൈസ് ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു ലൈബ്രറിയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അതിനകത്ത് പുസ്തകങ്ങളൊന്നുമില്ല. പണ്ട് ജ്യൂസ് റൈറ്റേഴ്സിൻ്റെ ബുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു സ്ഥലമാണിത്. എന്നാൽ യുദ്ധകാലത്ത് ഇത് 20,000-ഓളം ബുക്കുകൾ ഏകദേശം നാസികൾ കത്തിച്ച് കളഞ്ഞു. ഇന്ന് അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ലൈബ്രറി ഇവിടെ നിലനിന്ന് പോണത്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ജ്യൂസ് മെമ്മോറിയലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഏകദേശം 4.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ കാണുന്ന ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇത് പണ്ട് നാസികളുടെ കാലത്ത് ജ്യൂസിനെ കൊന്നൊടുക്കി അവരെ അടക്കം ചെയ്യപ്പെട്ട കല്ലറകളാണ് ഈ കാണുന്ന ഓരോന്നും. ഓരോ കല്ലറയും ഓരോ ഓർമ്മകളാണ് ഗൈസ്. ഇത് ഏകദേശം 2711 കല്ലറകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 4.5 ഏക്കറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം തന്നെ ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലം കണ്ടിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. ഇതാണ് നമ്മുടെ അടുത്ത സ്ഥലമായ റൈറ്റ്സ്റ്റാഗ് അഥവാ ബുണ്ടസ്റ്റാഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പാർലമെൻറ്റ് ഹൗസ് പോലെയാണ് ജർമ്മനിക്ക് ഈ ബുണ്ടസ്റ്റാഗ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ബെർലിനിലെ വൈസ് ചാൻസലറും അതർ ക്യാബിനറ്റ് മെമ്പേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലം. അവരുടെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതും 2ാം ലോക മഹായുദ്ധകാലത്ത് പൂർണ്ണമായി തകർന്ന് റീബിൽറ്റ് ചെയ്ത് ആണ് ഇപ്പോൾ ഈ കാണുന്ന നിലയിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൺസ്ട്രക്ഷന് ശേഷം 1999 ഇവരൊരു ഗ്ലാസ് ഡോം നിർമ്മിച്ചു ഇതിൻ്റെ മേളിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഗ്ലാസ് ഡോം കാണാൻ അടിപൊളിയാണ്. ഒരു സൺസെറ്റ് സമയത്തൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തികച്ചും ഫ്രീ ആണ്. ആർക്കെങ്കിലും വരാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ബെർലിനിൽ വരുമ്പോൾ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഫ്രീ ടിക്കറ്റാണ്. നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത്. കാരണം ഒരു പഴയ പാർലമെൻറ്റ് ഹൗസ് പുതുക്കി പണിതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഹിസ്റ്ററി അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്നില്ല. നമുക്ക് അതിനുള്ള സമയം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാൻ കേസ്. ബെർലിനിലെ മെയിൻ സ്ഥലമായ ബെർലിൻ ബ്രാൻഡബർഗ് ഗേറ്റ് എന്ന് പറയുന്നത്. ബെർലിൻ ഓഫ് ദി ഫേമസ് ലാൻഡ്മാർക്ക് പോയിന്റ് കൂടിയാണ് ഈ സ്ഥലം. ഈ കാണുന്ന പോലെ തന്നെ പണ്ട് ബെർലിൻ എന്ന് പറയുന്നത് 2 സൈഡായിട്ടായിരുന്നു കണക്കൂട്ടിയിരുന്നത്. അതായത് ഈസ്റ്റ് ബെർലിനും വെസ്റ്റ് ബെർലിനും. അപ്പം ഈസ്റ്റും വെസ്റ്റും ഡിവൈഡ് ചെയ്യാനായിട്ട് 18th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ഗേറ്റാണ് ഈ കാണുന്നത്. ഇവിടെയാണ് പല വിപ്ലവങ്ങളും പല നേതാക്കന്മാരും പ്രസംഗിക്കുകയും അവരുടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നത് ഇവിടെ വച്ചിട്ടാണ്. പക്ഷെ ഇന്ന് 2025 ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമാണ്. ലോകത്തുനിന്ന് പല ആളുകളും ബെർലിനിലേക്ക് വരുന്നത് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി മാത്രമായിട്ടാണ്. കാരണം ഹിറ്റ്ലറുടെ സമയത്ത് പല പ്രൊട്ടസ്റ്റുകൾ നടന്നത് ഇതിൻ്റെ ഫ്രണ്ടിലാണ്. ആകെ ടയേർഡായി.
നമുക്കിനി എന്തെങ്കിലും കഴിക്കാം. നമ്മളിവിടെ കറി 61 കയറാനാണ് നിൽക്കുന്നത്. നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ കറി വേസ്റ്റ് വിത്ത് പോമസ് ആണ് വാങ്ങിയത്. നമുക്ക് എന്തായാലും അത് കഴിക്കാം. നമ്മൾ അടുത്ത് പോകുന്നത് സൂറസ് കടലിലോട്ടാണ്. അവിടെ നമുക്ക് കൈസർ വില്യം ചർച്ചിലൊക്കെ പോകാം. നമ്മളങ്ങനെ സൂ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് ഏകദേശം 300 മീറ്റർ ഉണ്ട് നമ്മൾ പോണ സ്ഥലത്തേക്ക്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ അടുത്ത സ്ഥലമായ കൈസർ വില്യമാണ് ഈ കാണുന്നത്. പേര് പോലെ തന്നെ ഈ പള്ളി ഒരു സ്മാരകമാണ്. കൈസർ വില്യം ചർച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഏകദേശം വേൾഡ് വാർ ടൈമിൽ ഒരു പകുതിയോളം നശിച്ചിട്ടുണ്ട്. 1943 ബോംബാക്രമണത്തിലാണ് ഇത് ഈ കാണുന്ന നിലയിലായത്. അതിപ്പോഴും റീകൺസ്ട്രക്ടറും ചെയ്യാതെ നിർത്തിയിരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആയിരിക്കണം. നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. നമുക്ക് എന്തായാലും അകത്ത് കയറി അകത്ത് എന്താണുള്ളത് നമുക്ക് നോക്കാം. അതുമാത്രമല്ല ഇവിടെ സൈറ്റ് സീയിങ്ങിൻ്റെ ബസ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം അങ്ങനെ വിസിറ്റ് ചെയ്യുന്നവർക്കും അങ്ങനെയും ഈ സ്ഥലം വന്ന് കാണാവുന്നതാണ്. ഗൈസ് ഈ പള്ളി കയറുന്ന ടൈമിങ് ഇതാണ്. ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കി വെച്ചു. എന്തായാലും അകത്തോട്ട് കയറാം. ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണോ? ജർമ്മനായതുകൊണ്ട് കുറേ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഭയങ്കര നിശബ്ദതയാണ്. കുറേ സംഭവങ്ങളൊന്നും കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നിയത് യൂറോപ്പ സെൻറ്ററിൻ്റെ ഒരു സ്കൾപ്ചർ എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഈസ്റ്റ് സൈഡ് ഗാലറിയാണ് ഈ കാണുന്നത്. ഇത് എന്ന് പറഞ്ഞൊരു ലോങ്ങസ്റ്റ് ഓപ്പൺ ഗാലറിയാണ് ഗൈസ്. അതായത് ഒരു നീളമുള്ള മതിൽ, ഏകദേശം 1316 മീറ്ററോളം നീളമുണ്ട് ഈ മതിൽ. അതിൻ്റെ അകത്ത് ഫുള്ളും ഓരോ ആർട്ടിസ്റ്റുകൾ വരച്ച പടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പിക്ചർ ഒരു കോൺട്രവേഴ്സി പിക്ചറാണ് ഗൈസ്. ഫേമസ് ആർട്ടിസ്റ്റായ ദിമിത്രി റൂബൽ ഡ്രോ ചെയ്ത പിക്ചറാണ്. നമ്മൾ വാലാർട്ടൊക്കെ കണ്ടതിന് ശേഷം സൺസെറ്റ് കാണാനായിട്ട് മൗർ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ ഏരിയ പാർക്കിലാണ് നമ്മൾ പോകുന്നത്. സൺസെറ്റിൻ്റെ വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ബെർലിനിലെ സ്ഥലമാണ് മൗർ പാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബെർലിനിൽ ഒരു ദിവസം കൊണ്ട് കാണാൻ കഴിയുന്ന മാക്സിമം സ്ഥലം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളിത് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.